സ്ത്രീകൾക്ക് വൈറ്റ് മാറ്റർ യൂസ് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് ഹൈ ആണ്. പുരുഷന്മാരെ സംബന്ധിച്ചോളം ഇതാണ് സിറ്റുവേഷൻ. സിംഗിൾ ടാസ്ക് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ. ഗ്രേ മാറ്റർ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ടാസ്ക് ഓറിയന്റഡ് ആയിട്ടാണ് കാണുന്നത്. മൾട്ടി ടാസ്കിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ അവിടെ ലിമിറ്റഡ് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ബ്രെയിൻ ആൻഡ് ബിസിനസിന്റെ മറ്റൊരു കോൺവെർസേഷനിലേക്ക് വെൽക്കം. പലപ്പോഴും ആൾക്കാർ പ്രൊഡക്ടിവിറ്റി എക്സ്പേർട്സിനെ ഞാൻ ഒരുപാട് പേരെ ഫോളോ ചെയ്തിട്ടുണ്ട് കാലാകാലങ്ങളിൽ. അപ്പം ഞാൻ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ച സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനൊരു 100ഓളം ബുക്കുകൾ ലൈബ്രറിയിൽ പോയി എടുത്തു. ലൈബ്രറിയിൽ പോയി എടുത്തിട്ട് ഈ 100ഓളം ബുക്കുകൾ എന്താണ് പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ നോക്കി. അപ്പം ഞാൻ അങ്ങനെ ഈ 100ഓളം ബുക്കുകളിൽ എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ ആ 100 ബുക്കുകൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വായിക്കുവാണെങ്കിൽ നമുക്ക് കുറേ ഐഡിയ കിട്ടും എന്താണ് റിയാലിറ്റി, പ്രൊഡക്ടിവിറ്റി എന്താണ്. അപ്പം ഒരു ബുക്ക് വായിച്ചു, 2 ബുക്ക് വായിച്ചു, 3 ബുക്ക് വായിച്ചു, 4 ബുക്ക് വായിച്ചു, പിന്നെ അങ്ങോട്ട് എല്ലാ സെയിം ബുക്കുകൾ തന്നെയാണ്. മറ്റേ ആൾക്കാർ ഈ 3-4 ബുക്കുകളിലുള്ള ഐഡിയകൾ തന്നെ മറ്റ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 പറയുന്നുള്ളൂ. ഇവരെല്ലാം എഗ്രി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് ബാഡാണ്. ഫോർ എക്സാമ്പിൾ ഒരു 2-3 പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചുള്ള ബുക്കുകൾ എടുക്കുകയാണെങ്കിൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഡേവിഡ് അലൻ്റെ ഒരു ബുക്കുണ്ട്. സ്റ്റീഫൻ ആർ കവേയുടെ ഒരു മോഡലുണ്ട്. 7 ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പീപ്പിളിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതുകൂടാതെ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞ് ബ്രയൻ ട്രേസി എന്ന് പറഞ്ഞ ഒരാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച്. അതുപോലെ ടോണി റോബിൻസിന് ടൈം ഓഫ് യുവർ ലൈഫ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ പവർ ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞേക്കുന്ന ടോണി ഷ്വാർട്സ് എന്ന് പറഞ്ഞ ഒരാൾ വേറൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ മെത്തഡോളജികൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾ റിയലൈസ് ടിം ഫെറിസ് 4 hour വർക്ക് വീക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ബിസിനസ് നടത്താമെന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റീവ് ആകും? അപ്പോൾ ആ ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് മൾട്ടി ടാസ്കിങ് ഒരു ബാഡ് ഐഡിയ ആണോ? അതിന് പകരം എന്താണ് ഓൾട്ടർനേറ്റീവ്? ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബൈ ഡിഫോൾട്ട് നമ്മൾ മൾട്ടി ടാസ്കറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളാണ് സെയിൽസ് പേഴ്സൺ, നിങ്ങളാണ് മാർക്കറ്റിംഗ് പേഴ്സൺ, നിങ്ങളാണ് അക്കൗണ്ടിങ് പേഴ്സൺ, നിങ്ങളാണ് CEO, നിങ്ങളാണ് തൂപ്പുകാരൻ, നിങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഓഫീസ് പോയി എല്ലാം തന്നെ CEOക്ക് ചായ എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും? മൾട്ടി ടാസ്കിങ് നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിയുടെ ദൂഷ്യം ഉണ്ടാക്കുമോ? എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കുറെ കൂടെ വളർന്ന ആളാണ്, 1 കോടി രൂപ 10 കോടി രൂപ അതിന് മുകളിലോട്ട് എത്തിയേക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേറൊരു ഡയമെൻഷനിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ ലെവലിൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം, മൾട്ടി ടാസ്കിങ് ഈസ് ബാഡ് ഫോർ യു. ഓക്കെ, മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് വേറൊരാളെ നോക്കുന്നു, വേറൊരാളെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ പണ്ട് എനിക്ക് തോന്നുന്നത് ഏതോ ഒരാൾ സ്ത്രീകളെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയായിരുന്നു: ഒരാളോട് സംസാരിക്കുന്നു, വേറൊരാളെ നോക്കുന്നു, വേറൊരാളെ കുറിച്ച് ആലോചിക്കുന്നു. എൻ്റെ ഡെഫിനിഷൻ അല്ല, വേറൊരാളുടെ ഡെഫിനിഷൻ. എൻ്റെ ഡെഫിനിഷൻ ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നില്ല. പക്ഷേ ആ കാര്യമാണ് ഹ്യൂമാനിറ്റി പലപ്പോഴും ഫോളോ ചെയ്യുന്നത്. നമ്മളിവിടെ ഇല്ല, നിങ്ങളിവിടെ ഇല്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുക, ഇവിടെ ഫോക്കസ് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പ്രസന്റ് അല്ല ആ ഒരു സിറ്റുവേഷനോട്. ഇപ്പം മൾട്ടി ടാസ്കിങ് നമ്മുടെ അറ്റൻഷനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഒന്നാമത് തന്നെ നമുക്ക് ജനറലി അറ്റൻഷൻ ഇല്ലാത്ത ജീവികളാണ് നമ്മൾ. അറ്റൻഷൻ ഇല്ലാത്ത നമ്മൾ, ജനറലി അറ്റൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടു, യൂട്യൂബ് ഷോർട്ട് കണ്ടു, ഇങ്ങനെ തള്ളി അല്ലെ മുകളിലോട്ട് കൊണ്ടുപോയി പൊക്കോണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഓൾറെഡി നമുക്ക് അറ്റൻഷൻ ഇല്ല. ആ അറ്റൻഷൻ തന്നെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും മീനിങ് ഫുൾ ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ മൾട്ടി ടാസ്കിങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എന്താണ് അതിനൊരു സൊല്യൂഷൻ? മൾട്ടി ടാസ്കിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങളെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് പണ്ട് പഠിച്ചപ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു PA ഞാൻ കാണാൻ പോയി. സെക്രട്ടേറിയറ്റിലാണ്. അപ്പം ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയറോ മറ്റോ പഠിക്കുവാണ്. അപ്പോൾ ഈ ആളുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി എനിക്ക് ഒരാൾ പരിചയപ്പെടുത്തി തന്നു. ആളുടെ സെക്രട്ടറി ഉണ്ട്,
അപ്പോൾ പ്രീ ജോസഫ് എന്ന് പറഞ്ഞേക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആളുടെ സെക്രട്ടറി. ഈ സെക്രട്ടറി ലേഡി ഞാൻ നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നു, ഒരേ സമയത്ത് തന്നെ ഒരു ഫോൺ എടുക്കുന്നു, എടുത്ത് ചെവി പിടിക്കുന്നു, രണ്ടാമത് വേറൊരു ഫോൺ എടുക്കുന്നു, ചെവി പിടിക്കുന്നു, അത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു വേറൊരു ഫോൺ എടുക്കുന്നു, ചെവി പിടിക്കുന്നു. ഇതെങ്ങനെ പിടിക്കുന്നു? അതിനിടയ്ക്ക് പുള്ളിക്കാരെ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഫ്രണ്ടിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു. അങ്ങനെ ആൾക്കാരെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇവിടെ എങ്ങനെയാണ് മൾട്ടി ടാസ്ക് ചെയ്യാതെ ആൾക്കാർ ജീവിക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആളുടെ അത്ഭുതപ്പെട്ടിരുന്നുണ്ട് തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നോട്ട് ചെയ്യുക, സ്ത്രീകളുടെ ബ്രെയിന് പ്രോസസ് ഓറിയന്റഡ് ആണ്. സ്ത്രീകളുടെ ബ്രെയിന് ട്രഡീഷണലി ആൾക്കാർ പറയുന്നത് വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞേക്കുന്ന ബ്രെയിൻ സെല്ലുകൾ കൂടുതലാണ്. ആക്ച്വലി അത് കൂടുതലല്ല, അത് റോങ് ആയിട്ടുള്ള മിത്തായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് കറക്റ്റ് അല്ല. ആണുങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് മോർ ഗ്രേ മാറ്റർ ഉണ്ടെന്നുമാണ് ജനറലി പറയപ്പെടുന്നത്. അത് സെൻസ് മേക്ക് ചെയ്യാത്ത ലോജിക്കൽ അല്ലാത്തൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ചാർലിട്ടാവുന്ന ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ സ്ത്രീകൾക്ക് വൈറ്റ് മാറ്റർ യൂസ് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് ഹൈ ആണ്. വൈറ്റ് മാറ്റർ എന്താണ്, ഗ്രേ മാറ്റർ എന്താണ്, ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൊ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞേക്കുന്ന ബ്രെയിൻ സെല്ലുകൾ ഉപയോഗിച്ച് പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് അതെല്ലാം ഒന്നായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, കിച്ചണിൽ നിന്നിട്ട് അവർ കൊച്ചിന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിങ്ങനെ ഒരു തുണിയെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവർ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചിക്കൻ കറി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പാർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭർത്താവിനോടൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ അവർ നിലം തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ അവരെ സംബന്ധിച്ചോളം അവർ ചിലപ്പം വേറൊരു യൂട്യൂബ് വീഡിയോ കണ്ട് അടുത്ത കുക്കിങ്ങിന് വേണ്ട പ്രധാനപ്പെട്ട തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ചെയ്യുന്നുണ്ട്. ഇത് ഗ്രേ മാറ്റർ ആക്റ്റീവ് ആക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് ഗ്രേ മാറ്ററിന്റെ ഒരു ഗ്രേ മാറ്റർ വഴി പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് ഇതിനെല്ലാം കൂടെ ഒരൊറ്റ ഋതത്തിൽ കാണാൻ പറ്റുന്നവർക്കാണ് ഇത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനാണ് മുട്ട പൊരിക്കുന്നത്, തന്നെയാണ് എന്നെ കൊണ്ടു നിർത്തുന്നത്. ആവറേജ് ബുദ്ധിയുള്ള ഞാൻ അവിടെ പോയി മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ പാനുണ്ട്, എണ്ണയുണ്ട്, മുട്ട പൊരിക്കാൻ വേണ്ടി ഇട്ടു. വേറെ ഒരു കാര്യത്തിലേക്ക് അറ്റൻഷൻ പേ ചെയ്യാൻ ഞാൻ പണ്ടാണെങ്കിൽ ചെന്നൈയിലുണ്ടായിരുന്ന സമയത്ത്, കുറേ കാലം മുമ്പ് ചെന്നൈയിലുണ്ടായിരുന്നു, 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എഫിഷ്യൻസിയെ കുറിച്ചൊക്കെ സംസാരിക്കും. അതിന് ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടി ഏതാണ്ട് സാധനം പാൻ വെച്ചിട്ട് ഞാൻ വേറെ വഴിക്ക് പോയി. വീടിന് പുക വന്ന് അയലോക്കംകാരെ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഇട്ടിട്ട് പോയത്. വളരെ ബുദ്ധിപരമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കിയത് ഞാൻ. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചോളം ഇതാണ് സിറ്റുവേഷൻ. സിംഗിൾ ടാസ്ക് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷനാണ്. ഗ്രേ മാറ്റർ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ടാസ്ക് ഓറിയന്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇതിന് ഒരു പക്ഷേ ബയോളജിക്കലായിട്ടുള്ള എവല്യൂഷണറി ആയിട്ടുള്ള കാരണം വെച്ചാൽ സ്ത്രീകൾ ഈ പറഞ്ഞ രീതിയിൽ വീട്ടിലിരുന്ന് മുലയൂട്ടി കുട്ടികളെ നോക്കി ഈ പറഞ്ഞ രീതിയിൽ വീട് അല്ല ഗുഹ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ബ്രെയിൻ അതിനെ പരിശീലിച്ചു. കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് പരിശീലിച്ച കാരണം അവർക്ക് വൈറ്റ് മാറ്റർ 6 times കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. 6 times ആണ്, 600% 600% കൂടുതൽ വൈറ്റ് മാറ്റർ യൂസ് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് കേപ്പബിലിറ്റി ഉണ്ട്. ഇതിനാണ് ആൾക്കാർ വിചാരിക്കുന്നത് 6 ഇരട്ടി വൈറ്റ് മാറ്റർ ഉണ്ടെന്ന്. 6 ഇരട്ടി വൈറ്റ് മാറ്റർ ഉണ്ടെങ്കിൽ സ്ത്രീകളുടെ ബ്രെയിൻ ഇങ്ങനെ വലിയ ഈ പറഞ്ഞ പോലെ ഉരുളി പോലെ ഇരുന്നേനെ. ഓക്കെ, സെയിം സിറ്റുവേഷൻ പുരുഷന്മാരെ സംബന്ധിച്ചുള്ള അപ്രോക്സിമേറ്റ്ലി 3 to 5 times ഗ്രേ മാറ്റർ യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിനുള്ള പ്രീ ഡിസ്പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറലി പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി ജനറലി സ്പീക്കിംഗ് പറ്റണമെന്നില്ല. അല്ല, നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കുറെ കൂടെ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ബ്രെയിൻ അതിനുവേണ്ടി വയർഡായിട്ടില്ല. ഓക്കെ, സ്ത്രീകളെ സംബന്ധിച്ചോളം നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഋതത്തിൽ നിന്നിട്ടുള്ള മൾട്ടി ടാസ്കിങ് നിങ്ങൾക്ക് ചെയ്യാം. അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ ജനറലി സ്പീക്കിംഗ് മൾട്ടി ടാസ്കിങ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം എങ്ങനെ ചെയ്യും എന്ന കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒരു സെക്കൻഡ്. അപ്പം നമ്മൾ പിയാനോ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിയാനോ, തബല, ഹാർമോണിയം അല്ലെങ്കിൽ ഗിറ്റാർ ഇങ്ങനെയുള്ള സാധനം പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഇപ്പം നമുക്ക് പിയാനോ തന്നെ എടുക്കാം ഏറ്റവും എളുപ്പത്തിന്. പിയാനോയിൽ ഒരാൾ സാ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടനെ പ്രസ് ചെയ്യുവാണ്, രീ വേറൊരു ബട്ടനെ പ്രസ് ചെയ്യുവാണ്, ഗാ എന്ന് പറഞ്ഞ വേറൊരു ബട്ടൺ, മാ വേറൊരു ബട്ടൺ പ്രസ്. അപ്പം ഈ സാ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തല ഇങ്ങനെ ആട്ടും. സാ രീ ഗാ മാ ഇങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. തുടങ്ങുന്ന ആൾക്കാർ, ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരും ഇങ്ങനെയാണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ്
മാർക്കറ്റിംഗ്, ക്യാഷ്, ഇൻവെസ്റ്റ്മെന്റ്, സെയിൽസ്, മാർക്കറ്റിംഗ്. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ സാധനത്തിനും നിങ്ങൾ തലയാട്ടുവാണ്. ഈ തലയാട്ടലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് ബ്രെയിന് ഇതിനെ 2 ടാസ്ക് ആയിട്ടാണ് കാണുന്നത് എന്നാണ് അർത്ഥം. സെൻസ് വയ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും ഓരോ ബട്ടൺ സായിൽ വെക്കുമ്പോൾ സാ സാ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഓരോ ബട്ടൺ പ്രസ്സും നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ചുള്ള ഓരോ പ്രോസസ് ചെയ്യാണ്. അപ്പോൾ അത് സ്ട്രെസ്ഫുൾ ആണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാരിഗമ പഠിച്ച് എനിക്കാകെ സ്ട്രെസ്സായിപ്പോയി, എനിക്ക് ഭയങ്കര ഇതായിപ്പോയി, എനിക്ക് സ്ട്രെസ്സിനുള്ള മെഡിസിൻ കഴിക്കണം. സാരിഗമ ഒരു രക്ഷയില്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ സാരി ഗമ എന്നാവും. 6 മാസം കഴിയുമ്പോൾ സാരിഗമ. അതായത് ഈ 4 സാധനോട് ഒരുമിച്ചാണ് നമ്മൾ തലയാട്ടുന്നത്. അവിടുന്ന് നിങ്ങൾ സാരിഗമ പതനീസ എന്ന് പറയുമ്പോഴായിരിക്കും തല താത്തുന്നത്. അവിടുന്ന് ഒരു എൻറ്റയർ ആയിട്ടുള്ള മ്യൂസിക്, ഒരു പിയാനിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രൊഫഷണൽ പിയാനിസ്റ്റ് ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക, അതിന് തൊട്ട് ഇത് കഴിഞ്ഞ ശേഷം എടുത്ത് നോക്കിയാൽ മതി. ഒരു പിയാനിസ്റ്റിന്റെ വീഡിയോ എടുത്ത് അവർ എൻറ്റയർ ആയിട്ടുള്ള വീഡിയോ ഒറ്റ പാട്ടായിട്ടാണ് പാടുന്നത്. ഒറ്റ പീസാണ് അവരുടെ ബ്രെയിനിലത്. ഇതിനെയാണ് മൾട്ടി പ്രോസസ്സിംഗ് എന്ന് ഞാൻ വിളിക്കുന്നത്. മൾട്ടി പ്രോസസ്സിംഗ് ആണ്, മൾട്ടി ടാസ്കിങ് അല്ല, മൾട്ടി പ്രോസസ്സിംഗ് ആണ്. മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവർ സാരിഗമ മുഴുവൻ പാട്ട് പാടി, ആ മുഴുവൻ ഓർക്കസ്ട്ര ചെയ്തു, മുഴുവൻ കാര്യം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവർ ഇങ്ങനെ തലതാത്തുവാണ്. ഇത് ബിസിനസ്സിൽ നടക്കും. ഈ സെയിം സാധനം തന്നെ ഡാൻസിൽ നടക്കും. നിങ്ങൾ കുച്ചിപ്പുടിയോ ഭരതനാട്യമോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചോളം ഇത് ഋതുവാണ്. മോഹൻലാൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു ഋതുവാണ്, ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു ടേക്കാണ്. അതിലേക്ക് പുള്ളി അങ്ങ് കയറി കഴിഞ്ഞാൽ അതൊരു മൾട്ടി പ്രോസസ്സിംഗ് ആണ്. മൾട്ടി പ്രോസസ്സിങ്ങിന് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു സെക്കൻഡിൽ. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ 2 പ്രോസസ്സുകൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുവാണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, 2 പ്രോസസ്സ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഇന്റലിൻ്റെ ലേറ്റർ ആയിട്ടുള്ള മൈക്രോ ചിപ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ മൾട്ടി പ്രോസസ്സർ ചിപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ലേറ്റർ ആയിട്ടുള്ള ഇന്റൽ പ്രോസസ്സർ, ഈ പറഞ്ഞ ഇന്റൽ പ്രോസസ്സർ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെ കമ്പ്യൂട്ടറിലോ മൾട്ടി പ്രോസസ്സ് നടന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ മൾട്ടി പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്, 2 പ്രോസസ്സിംഗ് ആണ്. പക്ഷെ ഒരു കമ്പ്യൂട്ടറിന്റെ ഓരോ എലമെന്റും ഓരോ സിംഗിൾ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ മൾട്ടി പ്രോസസ്സ് നിങ്ങൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ, നിങ്ങളുടെ ഈ ജീനിയസ് ലെവല് പയ്യെ ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങുവാണ്, മൾട്ടി പ്രോസസ്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ അവിടെ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ മാർക്കറ്റിംഗ് സെയിൽസും ഒന്നായി മാറുകയാണ്. ഇതിനാണ് ഡാവിഞ്ചിയുടെ എൻ്റെ ഏറ്റവും ഓവർ യൂസ്ഡ് ആയിട്ടൊരു കോട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലേൺ ദ ആർട്ട് ഓഫ് സയൻസ് ആൻഡ് ലേൺ ദ സയൻസ് ഓഫ് ആർട്ട് ബിക്കോസ് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു എവറിത്തിങ്. അപ്പോൾ സയൻസ് ആർട്ടുമാണ്, ആർട്ട് സയൻസുമാണ്, എല്ലാം എല്ലാത്തിനോടും കണക്റ്റഡ് ആണ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം സയൻസിൻ്റെ ആർട്ടിൻ്റെ സയൻസും കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സമയം 2 കാര്യങ്ങളിൽ ഒരേ പ്രാവീണ്യം നേടാൻ പറ്റണം. ഇത് മൾട്ടി ടാസ്കിങ് അല്ല, മൾട്ടി പ്രോസസ്സിംഗ് ആണ്. അപ്പൊ അത് എന്താണ് മൾട്ടി പ്രോസസ്സിംഗ്? എനിക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഒരു സ്പീക്കർ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയാണ്. ഒരു സ്പീക്കർ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആളുടെ സംസാരം മാനേജ് ചെയ്യണം, ആളുടെ ബോഡി ലാംഗ്വേജ് മാനേജ് ചെയ്യണം. 2 പ്രോസസ്സ് അല്ലേ, ബോഡി ലാംഗ്വേജ് മാനേജ് ചെയ്യണം, കൈ കൊണ്ടോ അല്ലെ കാലുകൊണ്ട് ഇതാക്കുന്നു. ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാനേജ് ചെയ്യണം, ഫേഷ്യൽ എക്സ്പ്രഷൻസ് പറയണം, ചിരിക്കണം, കരയണം, ഇതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത്. അതുപോലെ ഓഡിയൻസ് എന്നാ കേൾക്കുന്നതെന്ന് കാണണം, ഓഡിയൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്, കേൾക്കുന്ന ആൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്താണ്, അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, അവരുടെ വിഷ്വൽ ക്ലൂ എന്താണ്, ആരെങ്കിലും കൈവെക്കുന്നുണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ പോലീസുകാരന് തോക്കുമായിട്ട് അവിടെ നിൽപ്പുന്നുണ്ടെങ്കിൽ ആ പോലീസുകാരൻ തോക്കുമായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ടോ, ക്ലിയർ ആണോ? ഇതെല്ലാ കാര്യങ്ങളും നോക്കണം. അതുപോലെ തന്നെ ആളെ തട്ടി സ്റ്റേജിൽ നിന്ന് വീട്ടിട്ട് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകരുത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് ചെയ്താലാണ് ഒരു പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരാളെ എഫക്റ്റീവായിട്ട് പബ്ലിക് സ്പീക്കർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ പ്രോസസ്സാണ്. അത് മാത്രം സ്റ്റേജസിന് ആൾക്കാർ അല്ലെങ്കിൽ എൻഗേജ് ആക്കാനായിട്ട് അവർ ചിലപ്പോൾ ഒരു സ്റ്റോറി ചിലപ്പോൾ പറയണം, അല്ലെങ്കിൽ ഒരു ഉപമ പറയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് സൗണ്ട് കൂട്ടണം, അല്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കണം. അങ്ങനെ പല ലെവലിൽ ആൾക്കാരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടി പ്രോസസ്സാണ്. ഓക്കെ, ഇതാണ് മൾട്ടി പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം സാധനത്തിൻ്റെ പാരലാണ് ഡ്രൈവിംഗ് ഒരു മൾട്ടി പ്രോസസ്സിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ സിംഗിൾ പ്രോസസ് ആയിട്ടാണ് തുടങ്ങിയത്. നിങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യം വണ്ടി തുടങ്ങി, ക്ലച്ച് ഔട്ടി, നിങ്ങൾ ഗിയർ മാറുമ്പോൾ തന്നെ വണ്ടി ചാടിപ്പോയി അല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ഇളകിപ്പോയി. ആൾക്കാർ അവിടെ ചുറ്റുമുള്ളവർ നോക്കി, ആൾക്കാരെല്ലാം നോക്കി,
കേശവൻകുട്ടി വണ്ടി ഓടിക്കാൻ പഠിച്ചു തുടങ്ങി എന്ന് നമ്മൾ കാണുവാണ് കേട്ടോ. ആ ആ മൂവ്മെൻ്റ് ഉണ്ടാവുകയാണ്. അവിടുന്ന് പയ്യെ ഇപ്പം നിങ്ങൾ ഗിയർ മാറുമ്പോൾ ഇപ്പം നിങ്ങൾ ഗിയറും നിങ്ങൾ വണ്ടിയും നിങ്ങൾ തമ്മിൽ ഒന്നായി മാറി. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശരിക്കും വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് ഔട്ടിട്ട് പയ്യെ ക്ലച്ച് എടുത്തു, നിങ്ങൾ ഗിയർ മാറി ആക്സിലേറ്റർ കൊടുത്തു, അങ്ങനെ പോവാണ്. വണ്ടി ഇങ്ങനെ സ്മൂത്തായിട്ട് പോവാണ്, ഫ്ലോ ചെയ്യുവാണ്, വെള്ളം പോലെ ഫ്ലോ ചെയ്യുവാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്റ്റിയറിംഗ് വീല് പിടിക്കാനും പഠിച്ചു, ഒരു കാര്യമായിട്ട് പഠിച്ചു. അതുപോലെ നിങ്ങൾ ക്ലച്ച് ഔട്ടാൻ ഒരു കാര്യമായിട്ട് പഠിച്ചു, നിങ്ങൾ ബ്രേക്ക് ഔട്ടാൻ ഒരു കാര്യമായിട്ട് പഠിച്ചു, ആക്സലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഈ ക്ലച്ച് കേട്ടുന്ന അതേ സമയത്ത് തന്നെ ഗിയർ മാറാനായിട്ട് പഠിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാനായിട്ട് പഠിച്ചു, ചേട്ടത്തിമാർ ക്രോസ് പോകുന്നവർ മാനേജ് ചെയ്യാൻ പഠിച്ചു, സിഗ്നൽ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പഠിച്ചു, സ്പീഡ് ചെയ്യാൻ പഠിച്ചു, സ്ലോ ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെയാണ് ബിസിനസ്സിലും നമ്മൾ മൾട്ടി പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രോസസ്സ് സെയിൽസ് പ്രോസസ്സാണ്. സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ഏറ്റവും ആദ്യം നമ്മൾ സെയിൽസിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാരണം സെയിൽസ് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കുന്ന ആളായിരിക്കണം. ഒരു പക്ഷേ അങ്ങനെ പറയുവാണെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങൾ വാല്യൂ കൊടുക്കാൻ പഠിക്കുക. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം പൈസ ഉണ്ടാക്കുക, എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്ന ചിന്തയാണ് സാധാരണഗതിയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്കമാണ്. പൈസ എന്ന് പറഞ്ഞാൽ കുറേ പ്രോസസ്സുകളുടെ ഔട്ട്കമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങളുടെ അടുത്തുള്ള മത്തായി ചേട്ടന് ഈ പറഞ്ഞ പോലെ അരിപ്പൊടിയുടെ മില്ലുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ നമ്മൾ അരി പൊടിക്കാനായിട്ട് പോകും. അപ്പോൾ അവിടെ നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നെല്ല് ഇതാക്കും, അരിയാക്കും, അരി പിന്നെ പൊടിച്ച് ഇതാക്കും. അപ്പോൾ അരിപ്പൊടി വാ എന്ന് പറയുന്നതിന് പകരം നമ്മൾ നെല്ലിട്ട് കൊടുത്താലേ ഉള്ളൂ അരിയാവുള്ളൂ. അരിയിട്ട് കൊടുത്താലാണ് പിന്നെ നമുക്ക് അരിപ്പൊടി ഉണ്ടാവുള്ളൂ, പുട്ടുപൊടി ഉണ്ടാവുള്ളൂ, ദോശപ്പൊടി ഉണ്ടാവുള്ളൂ. നമ്മൾ പുട്ടുപൊടിയിലേക്കും ദോശപ്പൊടിയിലേക്കും ഫോക്കസ് ചെയ്യാം. മണി ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൽ മോസ്റ്റ്ലി നമ്മൾ വിജയിക്കണമെന്ന് തന്നെ ഇല്ല. അത് കേൾക്കാൻ രസമായിരിക്കില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്, എനിക്ക് പൈസ ആവശ്യമുണ്ട്, നിങ്ങൾ എങ്ങനെ പറയാം, നിങ്ങൾക്കത് പറയാൻ എളുപ്പമല്ലേ, നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. അതല്ല അതിനകത്ത് ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് വഴി എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം വാല്യൂ കൊടുക്കാനായിട്ട് പഠിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് മൾട്ടി പ്രോസസ്സിലെ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? വാല്യൂ കൊടുക്കാനായിട്ട് പഠിക്കുക. വാല്യൂ കൊടുക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോളജിസ്റ്റിനും കളിക്കാൻ വരുന്ന ബംഗാളിക്കും എന്തുകൊണ്ട് ഒരേ ശമ്പളം കൊടുത്തുകൂടാ? നമ്മളെ സംബന്ധിച്ചോളം ലോകത്തിൻ്റെ ഈ നമ്മുടെ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ് അനുസരിച്ച് 2 പേരും 8 മണിക്കൂർ പണിയെടുത്തിട്ടുള്ളൂ. എക്സ്ട്രീം ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് തിങ്കിങ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ വിഘടനവാദികളും പരിക്രിയാവാദികളും പറയുന്ന പോലെ ഞാൻ പറയുമല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഒരേ പണിയാണ് സർജൻ എടുത്തത്. സർജനെ പണി ഇച്ചിലൂടെ എളുപ്പമായിരുന്നു. സർജനായുടെ ന്യൂറോ സർജൻ ബ്രെയിനിൽ പോയിട്ട് പിന്നെ ബ്രെയിനൊക്കെ തുറന്നു, പിന്നെ പുള്ളി ഇങ്ങനെ ചെറിയ ഏതാണ്ട് ഒരു സിസേഴ്സും എടുത്ത് പുള്ളി ഏതാണ്ട് വളഞ്ഞിരിക്കുന്ന ഒരു സാധനം എടുത്ത് പുള്ളി അതിലെ ഇച്ചിരി ഇളക്കി. നമ്മുടെ ആശാന് ബംഗാളിരുന്ന് തൂമ്പായിട്ട് കളയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഫിസിക്കൽ ആക്ടിവിറ്റി വെച്ച് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ബംഗാളിക്കാണ് കൂടുതൽ പൈസ കൊടുക്കേണ്ടത്. കംപ്ലീറ്റ്ലി അൺഫെയർ ആയിട്ട് തോന്നും. പക്ഷേ ന്യൂറോ സർജൻ കുറേ പ്രോസസ്സുകൾ ഒരേ സമയത്ത് ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. ഒന്നെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ഈ തല ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം ഈ നമ്മുടെ സോമൻ ചേട്ടൻ എന്ന് പറഞ്ഞേക്ക് നമ്മുടെ ഇവിടെ ഈ ഇതുണ്ടായിരുന്നു, ഈ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലം, ഈ ഇരുമ്പൊക്കെ റിപ്പയർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ വാളെടുത്തിട്ട് ഇങ്ങനെ ഉരച്ച് മുറിക്കുമല്ല, ബ്രെയിനിൻ്റെ ഒരു പോർഷൻ അല്ല ഈ പറഞ്ഞ സ്കളെടുത്ത് ഓപ്പൺ ചെയ്തിട്ട് ഡ്രില്ല് ചെയ്ത് ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ പോയി ബ്രെയിനിലെ കറക്റ്റ് ഓരോ പാർട്ട് എന്താണ്, ആ പാർട്ടിന് എന്താണ്, ഈ പാർട്ട് പോയാൽ ഓർമ്മ പോകും, ഈ പാർട്ട് പോയാൽ ചിലപ്പോൾ സംസാരിക്കാനുള്ള ശേഷി പോകും, ആ പാർട്ട് പോയാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞ് സ്പെസിഫിക് ആയിട്ട് മൾട്ടി പ്രോസസ്സിൽ കാര്യം ചെയ്യാൻ പറ്റുവാണ്. ക്ലിയർ ആണോ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു പിയാനിസ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗിറ്റാറിസ്റ്റ് ഒരു മൾട്ടി പ്രോസസ്സറാണ്. ഇപ്പം ജീനിയസ് എന്ന് പറഞ്ഞാൽ മൾട്ടി പ്രോസസ്സിങ് സ്കില്ലാണ്. അപ്പോൾ അത് സയൻസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബിസിനസ്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ചെയ്യാത്താം. സയൻസിലേക്ക് പ്രൊജക്റ്റ് ഐൻസ്റ്റൈൻ മാത്തമാറ്റിക്സും ഫിസിക്സും മറ്റ് പല ഡൊമൈൻസിൽ നിന്നുള്ള തോട്ടുകളും അസ്ട്രോണമിയും മറ്റ് പല പീസുകളും ലൈറ്റ് ഫിസിക്സിലുള്ള പല ഡിവിഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഈ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഒരുമിച്ച് പുള്ളിക്ക് കാണാൻ പറ്റിയതുകൊണ്ടാണ് പുള്ളിക്കാരൻ റിലേറ്റിവിറ്റി തിയറിയുമായിട്ട് വരാൻ പറ്റിയത്. അപ്പോൾ പല ഡയമെൻഷനിൽ നിന്ന് പുള്ളി കാണാൻ പറ്റും. ലൈറ്റ്, സ്പീഡ്, ന്യൂട്ടൻ്റെ ഫിലോസഫി, മറ്റ് ഫിലോസഫികൾ കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് മൾട്ടി പ്രോസസ്സിങ് ലെവലിലേക്ക് ആൾക്ക് എത്താൻ പറ്റിയത്. ഈ മൾട്ടി പ്രോസസ്സിങ്ങിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുക എന്നുള്ളതാണ്.
മറ്റു രീതി പറഞ്ഞാൽ മൾട്ടി ലെയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നത്. അതൊരു എൻ്റയർ ആയിട്ടുള്ള വേറൊരു ലോകമാണ്. അത് ന്യൂറോളജിക്കലായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഞാൻ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് ബ്രെയിൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, മൾട്ടി പ്രോസസ്സിങ്ങിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് എന്ന് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വാല്യൂ കൊടുക്കുന്ന ഒരാളായി മാറുവാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് ഡിഫൈൻഡ് ആയി. എന്താണ്? നിങ്ങൾ ആസ് എ ഹ്യൂമൻ വാല്യൂ കൊടുക്കുകയാണ്. ന്യൂറോ സർജൻ, ന്യൂറോളജിസ്റ്റ് അല്ല, ന്യൂറോളജിസ്റ്റ് അതിനേക്കാൾ ഒരു ലെവലിലൂടെ കൂടി ന്യൂറോ സർജൻ ആണെങ്കിൽ ആള് വാല്യൂ കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചു, MD എടുത്തു, അല്ലെ DM എടുത്തു. ആ സിറ്റുവേഷനിൽ ആള് ഒരു മൾട്ടി പ്രോസസ്സിങ്ങിൽ വാല്യുബിൾ ആയിട്ടൊരു എംപ്ലോയി ആയി, റിസോഴ്സായി മാറി. ക്ലിയർ ആണ്? ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ നിച്ചിൽ, നിങ്ങളുടെ സ്പേസിൽ, മാർക്കറ്റിൽ നിങ്ങൾ ഒരു മൾട്ടി പർപ്പസ് കേപ്പബിൾ ആയിട്ടുള്ള ന്യൂറോ സർജനായി മാറണം. നിങ്ങളുടെ സ്പേസിൽ ആദ്യം വാല്യൂ കൊടുക്കാൻ പഠിക്കുക. വാല്യൂ കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സെല് ചെയ്യാൻ പഠിക്കണം. കാരണം നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് യാതൊരു വാല്യൂ ഇല്ല മറ്റാൾക്കാരുടെ മനസ്സിൽ. അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ സ്പേസ് ചെയ്ത് കയറുന്നത്. നിങ്ങൾ പലപ്പോഴും ഓർത്തിട്ടുണ്ടാവും, ഞാൻ ഇത്രയും എൻ്റെ ചങ്ക് പറിച്ചു കൊടുക്കുമ്പോഴും അവർ ചെമ്പരത്തി പൂവാന്ന് പറയുന്നത്. ചെമ്പരത്തി പൂവാന്ന് പോലും പറയുന്നില്ല ആൾക്കാരെ, ഇപ്പം ബന്ദിപ്പൂവാന്നാണ് പറയുന്നത്. ചെമ്പരത്തി പൂ കുറേ കൂടെ വലുതാണല്ലോ, ബന്ദി ഇച്ചിരി ചെറുതാണല്ലോ. അപ്പോൾ ചെറിയ ബന്ദിപ്പൂവാന്നാണ് പറയുന്നത്, അല്ലെ കൊങ്ങിണിപ്പൂവാന്നാണ് പറയുന്നത്. ചെമ്പരത്തി പൂ പറയുന്നത് നിർത്തി അവർ. ഓക്കെ, അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കൊടുക്കുന്ന സാധനം മറ്റേ ആൾക്ക് യാതൊരു വാല്യൂ ഇല്ല. നിങ്ങൾ വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾ അവർക്ക് വാല്യുബിൾ ആയിട്ട് കൊടുക്കുന്ന സാധനം മറ്റേ ആൾക്കാർക്ക് വാല്യൂ ഇല്ല. ഈ വാല്യൂ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യാൻ പഠിക്കണം. ആ വാല്യൂ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സെല്ല് ചെയ്യണം. അപ്പോൾ ആ സെല്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് പഠിക്കണം. കണ്ടോ, മൾട്ടി പ്രോസസ്സായി. അപ്പം നിങ്ങൾ വാല്യൂ കൊടുക്കാൻ പഠിച്ചു, സെല്ല് ചെയ്യാൻ പഠിച്ചു. അയ്യോ, അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിന് ഭയങ്കര സിക്സാഗാണ്. കാരണം ഇതെല്ലാം കൂടെ എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ 3 കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പഠിക്കണം, അല്ലേ? മാർജിൻ മാനേജ് ചെയ്യാൻ പഠിക്കണം. പിന്നെ നമ്മൾ ടീമിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ക്ലിയർ ആണോ? പ്രോസസ്സുകൾ കയറി പോകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ മൾട്ടി പ്രോസസ്സിങ്ങിലേക്ക് മാറുവാണെങ്കിൽ, മൾട്ടി ടാസ്കിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ അവിടെ ലിമിറ്റഡ് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവരുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് ഒന്നിനും സമയമില്ല, ബിസിനസ് വളർത്താനും സമയമില്ല. നമ്മൾ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരം വെട്ടുന്ന ആളോട് ഒരു മരം വെട്ടി കഷ്ടിച്ച് മറിച്ചിട്ടു, 2ാമത് മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുവാണ്, അതേ മാഷേ, ഇത് നിങ്ങൾ കഷ്ടപ്പെടുന്ന കാണുന്നുണ്ടല്ലോ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മരം വെട്ടാൻ നോക്കുന്ന കുറേ സമയം എടുത്തല്ലോ, 2-2.5 ദിവസമായി, ഇപ്പം നിങ്ങൾക്ക് ഉറക്കമൊന്നും വേണ്ടേ? അന്നേരം ചോദിച്ചു, 2 ദിവസമായോ? ഓക്കെ, എന്നാലും പക്ഷേ ഞാൻ 3 മരം വെട്ടിയിട്ട് നിർത്തുള്ളൂ എന്നാണ് എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ കമ്മിറ്റ്മെൻറ്റും. അപ്പോഴാണ് ആൾ പറയുന്നത്, നിങ്ങൾ കത്രിക വെച്ചാണ് മരം മുറിക്കാൻ നോക്കുന്നത്. കത്രിക വെച്ച് എങ്ങനെയാണ് നിങ്ങൾ മരം മുറിക്കുന്നത്? കത്രിക വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2.5 ദിവസം കൊണ്ടേ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് റൈറ്റ് ആയിട്ടുള്ള ടൂള് വേണം മരം മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം റൈറ്റ് ആയിട്ടുള്ള ബ്ലേഡ് ആണെങ്കിൽ ആ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുകയും ചെയ്യണം. ഈ മൂർച്ച കൂട്ടിയില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ടാസ്ക് എക്സ്ട്രാ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്താലും, എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്താലും നിങ്ങൾ ടയർഡായിട്ട് വീണു പോകും. നിങ്ങൾ എങ്ങോട്ടും എത്തണമെന്നില്ല. നിങ്ങൾ അടുത്ത ലെവലിലേക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റാൾക്കാരിലേക്ക് ടാസ്ക് കൊടുത്തിട്ട് നിങ്ങളുടെ സ്കില്ല് ഷാർപ്പൻ ചെയ്യാൻ പറ്റണം. വാല്യൂ കൊടുക്കാനുള്ള സ്കില്ല് ഷാർപ്പൻ ചെയ്യണം, സെയിൽസ് കൂട്ടാനുള്ള സ്കില്ല് ഷാർപ്പൻ ചെയ്യണം, മാർക്കറ്റിംഗ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്കില്ല് ഷാർപ്പൻ ചെയ്യണം, പീപ്പിളിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് ഷാർപ്പൻ ചെയ്യണം, ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് ഷാർപ്പൻ ചെയ്യണം, ഇല്ല അതിനുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. ഇതെല്ലാം ഒരു ബേസ് ലെവലിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ടീമിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനുള്ള സിസ്റ്റത്തിലേക്ക് തരണം. വേറൊരാൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് തരും, കൊള്ളാല പരിപാടി, കാരണം അവർ അക്കൗണ്ടിൽ CA കഴിഞ്ഞിട്ടുള്ള, ഓക്കെ അവർ ചെയ്യട്ടെ. അപ്പം നല്ല സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ വരുമോ, പക്ഷെ നിങ്ങൾക്ക് അവരെ മാനേജ് ചെയ്യാൻ അറിയാം. വാല്യൂ കൊടുക്കാനായിട്ട് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പിന് ഒരു മാനേജറെ ഹയർ ചെയ്തു, അവർ വാല്യൂ കൊടുത്തെന്ന് ഉറപ്പുവരുത്തണം. മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ഏജൻസിനെ ഹയർ ചെയ്യുകയാണ്, അല്ല മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ടീമിനെ ഹയർ ചെയ്യുകയാണ്, അവർ മാർക്കറ്റിംഗ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് മൾട്ടി പ്രോസസ്സിങ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ബിസിനസ് ജീനിയസ് ലെവലിലേക്ക് എത്താൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ബിസിനസ്സുകാരൻ നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിച്ചിരിക്കരുത് കുറേ ആൾക്കാർ ഭാഗ്യവാന്മാരാണ്, എൻ്റെ ജീവിതത്തിൽ മാത്രം ഭാഗ്യമില്ല, എൻ്റെ ബിസിനസ് മാത്രം ആകുന്നില്ല. കാരണം എൻ്റെ ഭാഗ്യം വളരെ ഇതാണ്. എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലെ അയലോക്കക്കാരൊക്കെ പറയായിരുന്നു, ഈ പറഞ്ഞ പോലെ
ഇവനെ സംബന്ധിച്ചോളം ഇവൻ്റെ സമയം മോശമായിരുന്നു. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്താലും രക്ഷപ്പെടുകയില്ല. എൻ്റെ അടുത്ത് പല സ്റ്റോറികളും ഇതുപോലെ പല സ്റ്റോറികളായിട്ട് പല പല ഇവൻറ്റുകളിലും നമ്മുടെ ക്യാഷ് 360 എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളിലും ആക്സലറേറ്റർ 85-ലും നമ്മുടെ പാർട്ട്നേഴ്സായിട്ടുള്ള ആൾക്കാരും പലരും പല കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ആൾക്കാരെ പറയാറുണ്ട്, എൻ്റെ ജീവിതം മാത്രം മറക്കാവുന്നില്ല, ഞാൻ മാത്രം അൺലക്കിയാണ്. ഇത് നിങ്ങളുടെ ബ്രെയിന് അങ്ങനെ വിചാരിച്ചു വെക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ മറച്ച് കാണിക്കുവാണ്. അതായത് നിങ്ങളെ അസത്യം കാണിക്കുവാണ്, കണ്ണടച്ച് പിടിപ്പിച്ചേക്കുവാണ്. അതായത് ഈ സാധനം ഇല്ല, ഈ സാധനം ഇല്ല, നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എളുപ്പമാണല്ലോ, ഒരു പണിയും നമ്മൾ എടുക്കണ്ട. പരാജയപ്പെട്ടു പോയി. അതിൻ്റെ കാരണം എന്നാ, ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് പൈസയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമില്ല. പിന്നെ മോഡി ഗവൺമെൻറ് കൂടെ അവിടെയുള്ള സമയത്ത് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അമേരിക്ക ബിസിനസ് ചെയ്യുന്ന എളുപ്പമാണ്, ദുബായിൽ ബിസിനസ് ചെയ്യുന്ന എളുപ്പമാണ്, ഇന്ത്യ ബിസിനസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി ഉണ്ട്, കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ കുറച്ചുകൂടെ അധികം ഡിഫിക്കൽട്ടി ഉണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ ഞാൻ ഈ ഒരുപാട് വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ്. കേരളത്തിൽ നിൽക്കുന്ന മലയാളികൾ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ് മറ്റ് രാജ്യങ്ങൾ, മലേഷ്യയിലോ മറ്റ് രാജ്യങ്ങളിലോ ബിസിനസ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആ സ്റ്റോറിയിൽ ബിലീവ് ചെയ്തിട്ട് എനിക്കങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംഭവിക്കും വെച്ചാൽ നിങ്ങൾ ഈ റിയാലിറ്റിയിൽ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ്ങിൽ ലെവലിൽ നിന്ന് എന്നെ സിംഗിൾ ലെവലിൽ ഞാനും എൻ്റെ കമ്പനിയും എൻ്റെ കഴിവും എനിക്ക് മാത്രമേ കഴിവുള്ളൂ. ഞാൻ മറ്റൊരു ദിവസം ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ബോട്ടിൽ നെക്കായി മാറുകയാണ്. ഒരു ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ആ ബോട്ടിലിൻ്റെ നെക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെറിയ നെക്കാണെങ്കിൽ ഇതിനകത്തൂടെ വെള്ളം വരുള്ളൂ, അല്ലേ? ഈ പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിക്ക് എത്ര വലിയ വോളിയം ഉണ്ടെങ്കിലും നിങ്ങൾ ആ കമ്പനിയുടെ ബോട്ടിൽ നെക്കായി മാറുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യില്ല. നിങ്ങളുടെ കഴിവ് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കഴിവ് വലിയ മിടുക്കാണ്, തീർച്ചയായിട്ടും മിടുക്കാണ്. അതേസമയം നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ബിസിനസ്സിന് പുറകോട്ട് വലിക്കുവാണ്. അതെങ്ങനെയാണ്, അല്ലേ? അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആണ്, എസ്പെഷ്യലി വളരുന്നതിനനുസരിച്ച്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങൾ ആ സ്ട്രെങ്ത് ഉള്ള ഏരിയ നിങ്ങൾ വിട്ടുകൊടുക്കില്ല. നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്ത് നിങ്ങളുടെ ലെവലിൽ തന്നെ നിൽക്കും. അപ്പം നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ട്. അപ്പം നിങ്ങൾ ബിസിനസ്സുകാരനല്ല, നിങ്ങളുടെ കരിയർ നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങളുടെ ആർട്ടിസ്ട്രി, നിങ്ങളുടെ ആക്ടിങ്, നിങ്ങളുടെ ഡയറക്ഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടി ടാസ്കിങ്ങിൽ നിന്ന് മാറി ഒരു സാധനത്തിലേക്ക് അറ്റൻഷൻ കൊടുത്ത്, പിയാനോ വായിക്കുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, സാ രീ എന്ന് ഉള്ളതിന് പകരം സാ രീ ഗമ, അല്ലെ, ഗമ, അതായത് രണ്ട് കീ ടച്ചിന് തലയാട്ടുന്ന സിറ്റുവേഷനിലേക്ക് മാറുക. അത് കഴിഞ്ഞ് 3 കീ ടച്ചിന് സാ രീ ഗ മ ഇങ്ങനെ ഉള്ള തലയാട്ടുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യാൻ പഠിക്കട്ടെ. ഇത് വിമന് നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് അങ്ങോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റും. മെന്നെ സംബന്ധിച്ചുള്ള ഇച്ചിരൂടെ കഷ്ടപ്പാടാണ് ഇത് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് വിമൻ ഓണ്ടർപ്രണേഴ്സ് ലോകത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടാൻ പോവാണ് അടുത്ത ഒരു 20, 30, 50 ഇയേഴ്സിൽ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വുമണാണ് ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞ സാരിക ഒറ്റയടിക്ക് നടക്കും. മാനിനെ സംബന്ധിച്ചോളം നിങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ വർക്ക് ഇടേണ്ടി വരും. നിങ്ങൾ സായിക്ക് വർക്ക് ചെയ്യണം, രായ്ക്ക് വർക്ക് ചെയ്യണം, ഗായ്ക്ക് വർക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സാരികായിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഈ സാരിക നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആദ്യം തൊട്ട് ശ്രദ്ധിച്ച് ഒന്നുകൂടെ കേൾക്കുക. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും, നിങ്ങളുടെ അറ്റൻഷൻ സ്പ്ലിറ്റ് ആവുകയാണ്. ഓൾറെഡി ബാഡ് ആയിട്ടുള്ള അറ്റൻഷനാണ്, അറ്റൻഷൻ മനുഷ്യർക്കില്ല. ആ ഇല്ലാത്ത അറ്റൻഷൻ സ്പ്ലിറ്റായി സെപ്പറേറ്റ് ആയി പോവുകയാണ്. അതിന് പകരം മൾട്ടി പ്രോസസ്സിങ് ചെയ്യുക. നിങ്ങളുടെ ബ്രെയിന് ഡൈനാമിക് ആയിട്ട് ഒരു ഡാൻസായി മാറുവാണ്. 2 ടാസ്കുകൾ തമ്മിലൊരു ഹാർമണിയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നടക്കുക എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പാണ്, അല്ലേ? ഒരു സ്റ്റെപ്പാണ് നടക്കുക എന്ന് പറഞ്ഞാൽ. ഈ നടക്കുക എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ ബാലൻസിങ് ഉണ്ട്. ഇടത്തോട്ട് വീഴരുത്, വലത്തോട്ട് വീഴരുത്, മുന്നോട്ട് വീഴരുത്, പുറകോട്ട് വീഴരുത്. ഇപ്പം നിങ്ങൾക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടായില്ല. പക്ഷെ ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് കുട്ടിയെ സംബന്ധിച്ചോളം എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ബാലൻസ് ചെയ്യണം. ഇങ്ങനെ 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 കാണിക്കും, മുന്നോട്ട് ബാലൻസ് ചെയ്യും, ഇങ്ങനെ കാണിക്കും. ക്ലിയർ ആണോ? ഇതും കാണിക്കും. അപ്പം എത്രയോ ഡയറക്ഷനിൽ നമ്മുടെ മസിൽസിനെ മാനേജ് ചെയ്താലാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നടക്കുവാണ്, എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടക്കുവാണ്, എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടന്ന് നിങ്ങൾ ചാടുവാണ്. ക്ലിയർ ആണോ? മൾട്ടി പ്രോസസ്സിങ്. അപ്പോൾ മൾട്ടി പ്രോസസ്സിങ് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ഇത് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലിൽ ബിസിനസ് ആകുന്ന സ്പേസിൽ നിങ്ങൾ ഈ മൾട്ടി പ്രോസസ്സിങ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറും. എങ്ങനെയാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ചാലിടുക. See you next time.